ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടരെ 9ാം വട്ടവും ഏറെ ജനപ്രിയമായ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, ജനങ്ങളെ ആകെ ചേർത്ത് പിടിക്കുന്ന ഒരു ബജറ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നന്ദഗോപൻ, തുടരാം. കൃഷ്ണജ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത് ഈ സ്ത്രീ സംരംഭകരെ, അവരെ സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് ഉയർത്തുവാൻ ഉതകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ആയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടാണ് ഈ ഷീമാർട്ട് പദ്ധതി എന്നുള്ളത്. ഷീമാർട്ട് പദ്ധതി വളരെ വലിയ രീതിയിൽ രാജ്യവ്യാപകമാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ള അത് സർക്കാർ തെളിയിച്ചതാണ്. കഴിഞ്ഞ 2014 ശേഷം ഈ സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീ സംരംഭകർക്ക് കൂടുതൽ ഊന്നൽ നൽകിയപ്പോൾ അത് രാജ്യത്തിൻ്റെ മുഴുവൻ ഉൽപ്പാദന ശേഷിയിൽ വർധനമുണ്ടായി. രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷിയിൽ നിർണായകമായ കോൺട്രിബ്യൂഷൻ നൽകുവാൻ വേണ്ടി സ്ത്രീ സംരംഭകർക്ക് സാധിച്ചു എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഷീമാർട്ട് അടക്കമുള്ള പദ്ധതികൾ ഇപ്പോൾ ഈ പുതിയ ബഡ്ജറ്റിലും പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാധാരണക്കാർ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കിയിരുന്നത് ഇൻകം ടാക്സ് സ്ലാബിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നായിരുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ മറ്റും വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷം വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇൻകം ടാക്സ് സ്ലാബിൽ വലിയ ഇളവുകൾ നൽകിയ ആ ഒരു സാഹചര്യത്തിൽ ഇത്തവണ വലിയ ഇളവുകൾ ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു. പതിവ് പോലെ ഈ ആദായ നികുതി സ്ലാബുകളിൽ ഇത്തവണ മാറ്റം വരുത്തുവാൻ വേണ്ടി സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ്. അതേസമയം ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി പരിധി കൂട്ടുമെന്നുള്ളൊരു പ്രഖ്യാപനം അത് കാര്യമായി ഭാരതത്തിന് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ പുതിയ സംരംഭകരാകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഈ ക്ലൗഡ് സർവീസുകൾക്ക് 2047 വരെ ടാക്സ് ഹോളിഡേ പ്രഖ്യാപിച്ചതിലൂടെ അത്തരം മേഖലയിലേക്ക് കൂടുതൽ സംരംഭകർ എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേപോലെ തന്നെ ഡേറ്റാ സെൻറ്റർ സ്ഥാപിക്കുന്ന കമ്പനികൾക്ക് അതേപോലെ തന്നെ ഈ ടാക്സ് ഹോളിഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം കമ്പനികൾക്ക് വലിയ ആനുകൂല്യങ്ങൾ, അതായത് പുതിയ യുവാക്കളെയും യുവജനങ്ങളെ ഈ മേഖലയിലേക്ക് ഉൽപ്പാദകർ വലിയ വ്യവസായികളാക്കി മാറ്റുവാൻ ഉതകുന്ന രീതിയിലുള്ള പദ്ധതികൾ സർക്കാർ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് ഇതിലൂടെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ മൈക്രോവേവ് ഉപകരണങ്ങളുടെ ഭാഗങ്ങൾക്ക് നികുതി കുറയ്ക്കുന്നതിലൂടെ ഭാരതത്തിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ധാരാളമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് സർക്കാർ ലക്ഷ്യം വെക്കുന്നു. ഇതിനു പുറമെ ഇത്തരം ഈ മൈക്രോവേവ് ഉൽപ്പന്നങ്ങളുടെ വില കുറയും എന്നുള്ളതും ഇതിലൂടെ നോക്കിക്കാണേണ്ടതാണ്. അതേപോലെ തന്നെ ചെറിയ നികുതി വെട്ടിപ്പുകാർക്ക് ശിക്ഷ പിഴ മാത്രമായി ഒതുക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ തടവടക്കമുള്ള ശിക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം ചെറിയ വെട്ടിപ്പുകാർക്ക് പിഴ മാത്രമായി ഇത് ചുരുക്കുകയാണ്. അതേസമയം വലിയ വെട്ടിപ്പ് നടത്തുന്നവർക്ക് തടവ് ശിക്ഷ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ വിദേശത്ത് പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭാരതത്തിൽ നിന്നും അയക്കുന്ന പണത്തിന് നികുതി കുറയും എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. അത് ഈ വിദ്യാർത്ഥികൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും എഞ്ചിനീയറിങ്ങിനും മറ്റും വിദേശ രാജ്യങ്ങളിൽ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ ആശ്വാസകരമാണ്. രക്ഷിതാക്കൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സർവകലാശാലകൾ പുതിയത് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് അത് വരുന്ന തലമുറയ്ക്ക് ഏറെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുതിയ അക്കാഡമിക് സെൻറ്ററുകൾ സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങളുണ്ടായി. 5 സർവകലാശാല ടൗൺഷിപ്പുകൾ സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങളുണ്ടായി. എന്നാൽ ഈ ടൗൺഷിപ്പുകൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ടും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏത് സംസ്ഥാനത്തുമാകാം. ഏതായാലും അത് സംസ്ഥാനങ്ങളുമായി കൂടി ആലോചിച്ച ശേഷമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വാഹന അപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതിയില്ല എന്നുള്ളതാണ്. നേരത്തെ വാഹന അപകടം പറ്റി നമ്മൾ ഈ കോടതികളിൽ ഇത്തരം കേസുകൾ നടത്തി അത് വിജയിച്ച ശേഷം ലഭിക്കുന്ന തുകയ്ക്ക് നേരത്തെ നികുതി നൽകേണ്ടിയിരുന്നു. അത് ഈ വാഹനാപകടത്തിൽ പരിക്കേറ്റ് കിടക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ അത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ നികുതി പൂർണ്ണമായും ഒഴിവാക്കാൻ വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ ബഡ്ജറ്റ് അവതരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. വിദേശയാത്രയുടെ നികുതി വിദേശത്ത് പോകുന്ന 5% നേരത്തെ നികുതി ഉണ്ടായിരുന്നെങ്കിൽ അത് 2% കുറയ്ക്കുവാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതും വളരെ ആശ്വാസകരമാകുന്ന ഒരു തീരുമാനമാണ്. അതേപോലെ തന്നെ വരുമാനം തെറ്റായി കാണിക്കുന്ന വിവരങ്ങൾ അത് കടുത്ത ശിക്ഷ തന്നെയാണ് ഇതിലൂടെ നൽകുവാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരം കടുത്ത ശിക്ഷകൾ നൽകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ഉണ്ടായി. അങ്ങനെ കായിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, മെഡിക്കൽ രംഗത്ത് എല്ലാം സമഗ്രമായ മാറ്റങ്ങൾ പൊളിച്ചെടുത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ധനമന്ത്രി നിർമ്മല സീതാരാമൻ 9ാമത്തെ
ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സ്ത്രീ ശാക്തീകരണം തന്നെയാണ്. യുവജനങ്ങളെ ശാക്തീകരിക്കുക, ഇങ്ങനെ 2 ലക്ഷ്യങ്ങൾ ഇതിൽ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഏറെ നോക്കിക്കാണേണ്ടത്. ഒപ്പം തന്നെ ഈ കർഷകർക്കായി ഭാരത് വിസ്താർ സ്ഥാപിക്കും എന്നുള്ള പ്രഖ്യാപനം, അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമാകുന്ന ഒരു തീരുമാനമാണ്. ഒപ്പം തന്നെ മൾട്ടി ലിംഗ്വൽ അഗ്രികൾച്ചറൽ പോർട്ടൽ സ്ഥാപിക്കുമെന്നുള്ളതും വലിയ ഒരു പ്രഖ്യാപനമാണ്. കർഷകരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ ഇതിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നോക്കിക്കാണേണ്ടത്. ഒരു കാർഷിക രാജ്യമായ ഭാരതത്തിലെ കർഷകരെ കൈപിടിച്ചുയർത്തുക വഴി ഭാരതത്തിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ കഴിയും. 2047 പ്രയാണത്തിന് അത് ആക്കം കൂട്ടുമെന്നുള്ളതും സർക്കാർ നോക്കിക്കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കർഷകർക്ക് ഏറെ പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചത്. അതിൽ കേരളത്തിലെ നാളികേര കർഷകരും കൊക്കോ കർഷകരും കശുവണ്ടി കർഷകരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാകുന്ന തീരുമാനമാണ്. നേരത്തെ ഈ ഉത്തരേന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഗോതമ്പടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്കായിരുന്നു കൂടുതൽ പിന്തുണ നൽകിയിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ നാളികേര കർഷകരെ കൂടി പിന്തുണയ്ക്കുവാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. സ്വാഭാവികമായും അത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പല പദ്ധതികളും ഇതെല്ലാം AI സാങ്കേതികവിദ്യ സമസ്ത മേഖലകളിലും കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുകയാണ്. AI സാങ്കേതികവിദ്യ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും. അത് മെഡിക്കൽ രംഗത്ത് മാത്രമല്ല, മറ്റ് ഉൽപ്പാദന രംഗത്തടക്കം AI സാങ്കേതികവിദ്യയുടെ പ്രയോജനം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു തീരുമാനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ സമഗ്രമായി സമസ്ത മേഖലയെയും തൊട്ടു തലോടിക്കൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ 9ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റിൽ ഏറെ പ്രതീക്ഷ വെക്കുന്നത് സ്ത്രീകളും യുവജനങ്ങളും സംരംഭകരുമാണ്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്ത്രീകളെ സംരംഭകരാക്കി വളർത്തിയെടുത്തുകൊണ്ട് 2047 ഭാരതം വികസിത രാഷ്ട്രമാകുമ്പോൾ അതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികളേറെ ഇതിൽ ഇടം പിടിച്ചു എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. ഇങ്ങനെ സമഗ്രമായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് സമഗ്രമായ മാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരണമാണ് 1 മണിക്കൂർ 26 മിനിറ്റ് നീണ്ടു നിന്നത്. ശരി, മറ്റൊന്ന് നന്ദഗോപൻ, ഈ കയറ്റുമതി റെക്കോർഡിലേക്ക് എത്തിയെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ യൂറോപ്പുമായുണ്ടാക്കിയ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ അവിടെ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെയും ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൻ്റെയും അളവ് വർദ്ധിക്കും. അത് വിലക്കുറവിലേക്ക് രാജ്യത്തെ കൂടുതൽ സജീവമായി എത്തിക്കും എന്നൊരു വാർത്ത കൂടി ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാൻ എന്തൊക്കെ? കൃഷ്ണജ്, കയറ്റുമതി പ്രോത്സാഹനം അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വളരെ നിർണായകമാണെന്നുള്ള തിരിച്ചറിവ് നരേന്ദ്രമോദി സർക്കാരുണ്ട്. സ്വാഭാവികമായും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ അജണ്ടയാണ്. അതേസമയം അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ അത് പലതരത്തിലും ഭാരതത്തെ ബാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെയാണ് യൂറോപ്പ് തുറന്ന കരങ്ങളുമായി അല്ലെങ്കിൽ വളരെ ഓപ്പണായിട്ട് ഭാരതത്തെ സമീപിച്ചത്. അങ്ങനെ ഭാരതവുമായി യൂറോപ്യൻ യൂണിയൻ നടത്തിയ ഈ സ്വതന്ത്ര കരാർ, ആ കരാർ സ്വാഭാവികമായും ഏറെ പ്രയോജനപ്രദമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ കരാർ കൂടി മുന്നിൽ കണ്ട് അല്ലെങ്കിൽ ആ കരാർ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കയറ്റുമതി മേഖലയിലേക്ക് വലിയ ഉണർവ് നൽകുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്കുപരി സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അതേപോലെ തന്നെ തുകൽ ഉൽപ്പന്നങ്ങളടക്കം കൂടുതലായി കയറ്റുമതി ചെയ്യുവാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ ഖാദി ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ കയറ്റുമതിക്ക് കൂടുതലായി കയറ്റുമതി നടത്തണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അത്തരം പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഇടം പിടിച്ചു എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. ഒപ്പം തന്നെ അപൂർവ ധാതു ഇടനാഴി അതും ഏറെ ശ്രദ്ധേയമാണ്. വലിയ രീതിയിലുള്ള ഒരു മാറ്റം അത് കേരളത്തിലടക്കം ഈ ധാതു ഇടനാഴി അത് കേരളത്തിലടക്കം വലിയ സാമ്പത്തിക ഉത്തേജനത്തിന് കാരണമാകുമെന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സമസ്ത മേഖലകളിലും സമഗ്രമായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് കയറ്റുമതി കയറ്റുമതി വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ 2047 ഭാരതം ഒരു വികസിത രാഷ്ട്രമെന്നുള്ള ഒരു പദവി കൈവരിക്കൂ എന്നുള്ള ഉത്തമ ബോധ്യം നരേന്ദ്രമോദി സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഉൽപ്പാദനങ്ങൾ വർദ്ധിപ്പിക്കുക, ആ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ സ്ത്രീകളെ കൂടുതൽ സംരംഭകരാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. സ്ത്രീകൾ മാത്രമല്ല, യുവജനങ്ങളെ സംരംഭകരാക്കി മാറ്റുക എന്നുള്ളതും സർക്കാർ ലക്ഷ്യം വെക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെ മറ്റൊരു ദിശാബോധം നൽകുവാൻ വേണ്ടി പ്രത്യേക ലാബുകൾ ക്രമീകരിക്കുവാൻ
നടത്തുവാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സ്കൂളുകളിൽ മാത്രമല്ല കോളേജുകളിലും ഇത്തരം ലാബുകൾ സ്ഥാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ അവർ ഹയർ സെക്കൻഡറി കഴിയുമ്പോഴേക്കും അവരുടെ ഉള്ളിലേക്ക് കൃത്യമായൊരു ലക്ഷ്യബോധം നൽകുക, അവരെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ നോക്കിക്കാണുന്നത്. വലിയ രീതിയിലുള്ള തൊഴിൽ അവസരങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന 2030 ഏതാണ്ട് 30 ബില്യൺ ആൾക്കാരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ ആവശ്യമുള്ളൊരു മേഖലയാണ്. അത്രയും നിലവിലെ ഭാരതത്തിൻ്റെ ഒരു ശേഷി വെച്ചിട്ട് നിലവിൽ അത്രയും വിദഗ്ധർ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ആ വിദഗ്ധരെ അവരെ പരിശീലിപ്പിച്ചെടുക്കുക, അവരെ വിദഗ്ധരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂളുകളിലടക്കം ഇത്തരം ലാബ് സംവിധാനങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും ഈ ലാബുകൾ സ്ഥാപിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളെ ഈ മേഖലയിലേക്ക് കൂടുതൽ കയറ്റിവിടുവാൻ സാധിക്കുമെന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഈ കഴിഞ്ഞ ബഡ്ജറ്റുകളെല്ലാം തന്നെ പരിശോധിച്ചാലും ഇന്ന് അവതരിപ്പിച്ച ഏതാണ്ട് 1 മണിക്കൂർ 26 മിനിറ്റ് നീണ്ടുനിന്ന ഈ ബഡ്ജറ്റ് പരിശോധിച്ചാലും എല്ലാം ഒരു ദീർഘകാല വീക്ഷണത്തോടുകൂടി ഉള്ള ഒരു ബഡ്ജറ്റ് അവതരണമായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നത് ഈ വരാൻ പോകുന്ന മാസങ്ങളിൽ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കേരളം, അതേപോലെ തന്നെ തമിഴ്നാട്, അസം, പുതുച്ചേരി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതുകൊണ്ട് ആ സംസ്ഥാനങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റ് എന്നുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. പല സാമ്പത്തിക വിദഗ്ധരും പല ടെലിവിഷൻ ചാനലുകളിലൂടെ ഇരുന്ന് ഈ സംസ്ഥാനങ്ങൾ മാത്രമായിരിക്കും കേന്ദ്രീകരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അത്തരം വ്യാഖ്യാനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് ഈ മണിക്കൂറുകളിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലെയും, രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലെയും മുഴുവൻ ഒരേപോലെ പരിഗണിച്ചുകൊണ്ട് ഒരേപോലെ നോക്കിക്കണ്ടുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും അർഹമായ പരിഗണന നൽകുന്നുണ്ട്. വ്യവസായികൾക്ക്, MSME ചെറുകിട ഇടത്തരം വ്യവസായികൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ ആണ് ഈ ബഡ്ജറ്റ് ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബഡ്ജറ്റിൽ അത്തരം പ്രഖ്യാപനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഒപ്പം തന്നെ മെഡിക്കൽ രംഗത്ത് വലിയ മാറ്റം, വിപ്ലവകരമായ മാറ്റം ഉതകുന്ന രീതിയിൽ ഉള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. സാധാരണക്കാരായ രോഗികൾക്ക് ആശ്വാസകരമാകുന്ന പദ്ധതികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇങ്ങനെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി വളരെ ദീർഘകാലത്തേക്കുള്ള പദ്ധതികളാണ് ഈ പ്രഖ്യാപനത്തിലുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായി നമുക്ക് നോക്കിക്കാണേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം സെമി കണ്ടക്ടർ മേഖലയിൽ 2.0 മിഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സെമി കണ്ടക്ടർ മേഖലയിൽ ഭാരതം വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. ഭാരതത്തിൻ്റെ സെമി കണ്ടക്ടറുകൾ ഉൽപ്പന്നങ്ങൾ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. രാജ്യത്ത് പരമാവധി അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെമി കണ്ടക്ടർ മിഷൻ 2.0 അതിലൂടെ വിപ്ലവകരമായ മാറ്റങ്ങൾ സർക്കാർ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി അത് താഴെ തട്ടിലേക്ക് എത്തിക്കുക, കൂടുതൽ ജനങ്ങളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംരംഭകരാക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് ഈ പുതിയ മിഷൻ സെമി കണ്ടക്ടർ 2.0 മിഷൻ ഇപ്പോൾ സർക്കാർ രൂപം നൽകിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്.